ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ നാളുകളായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോയിൽ നിന്നും വാങ്ങിയ കുറച്ച് സാധനങ്ങൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ ഈ ഒരു ബെഡ് കവറാണ്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. വാങ്ങിയപ്പോൾ ചെറുതാണെന്ന് തോന്നിയത് കൊണ്ട് ഇതിനെ ഒരു തവണ ഒന്ന് ഇട്ട് നോക്കിയിട്ട് കറക്റ്റ് ആണെന്ന് കണ്ടപ്പോൾ ഒന്ന് വാഷ് ചെയ്തിട്ടാണ് പിന്നെ ഇട്ടിരിക്കുന്നത്. നല്ല കോട്ടൺ മെറ്റീരിയലും ആയിരുന്നു. കഴുകിയപ്പോൾ തീരെ ചുരുങ്ങിയിട്ടില്ല. എല്ലാത്തിൻ്റെയും വില എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇതെല്ലാം ഇപ്പോൾ വാങ്ങിയതല്ല കേട്ടോ, കുറേ നാളുകളായിട്ട് വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ്. വീഡിയോ കുറച്ചായിട്ട് എടുത്ത് വെച്ചിരുന്നിട്ട് അങ്ങനെ ഇടുന്നതാട്ടോ. ഞാൻ പറയാൻ മറന്നുപോയി, ആ ബെഡ് കവർ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഈ ഒരു ട്രാക്ക് സ്യൂട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഏകദേശം ഒരു 6 മാസമെങ്കിലും ആയിട്ടുണ്ടാവും വാങ്ങിയിട്ട്. ഞാൻ ഇതുപോലത്തെ മെറ്റീരിയൽ ഷോപ്പിൽ നിന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇരട്ടി വില കൊടുത്തിട്ടാണ് അത് വാങ്ങിയത്. എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര കംഫർട്ടബിളാണ് ഇടാൻ വേണ്ടി. പക്ഷേ ഇതിന് ഒരു പ്രശ്നമേ ഉള്ളൂ, ഫുൾ സ്ലീവ് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. എനിക്കെന്തോ അത് അത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല. കുറേ യൂസ് ചെയ്തിട്ടും ഇതിന് ഇതുവരെ ഒരു കുഴപ്പവും സംഭവിച്ചില്ല. നല്ലൊരു സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ്. ഈ ഒരു കളർ മാത്രമല്ല കേട്ടോ, കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളർ ആയതുകൊണ്ട് ഞാൻ ഇതാണ് എടുത്തത്. ഇനി ഞാനിടുമ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. അടുത്തതായിട്ട് ഈ ഒരു ഡ്രസ്സാണ്. ഞാൻ ഈ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഒരു 2 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. ഞാൻ വാങ്ങുന്നത് വരെ ഈ ഡ്രസ്സ് ഞാൻ ഒറ്റ മനുഷ്യർക്ക് കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ എന്ന് ഈ ഡ്രസ്സ് ഇട്ടിട്ട് പുറത്ത് പോകാൻ തുടങ്ങിയോ, എപ്പോൾ ഇട്ടിട്ട് പോയാലും ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന വേറൊരാളെയും കൂടെ കണ്ടിട്ട് ഞാൻ തിരിച്ചു വരത്തുള്ളൂ. അത്രയ്ക്കധികം ഞാൻ ഈ ഡ്രസ്സ് കണ്ടു. ഞാൻ വാങ്ങുമ്പോൾ ഇതിന് ഏകദേശം 300 രൂപ അടുപ്പിച്ചെന്തോ വില ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്ര നാളായിട്ട് ഇതിൻ്റെ ഒരു കളർ ഫെയ്ഡാവോ അല്ലെങ്കിൽ ചുരുങ്ങിപ്പോവോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല. ഞാൻ കുറേ തവണ ഇത് യൂസ് ചെയ്തു. ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് ടീഷർട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ടീഷർട്ടോ പെയർ ചെയ്തിട്ടാണ് ഇടുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സായിരുന്നു ഇത്. അടുത്തത് ഈ ഒരു ഓർഗനൈസിങ് ബോക്സാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. വാർഡ്രോബിൽ നമുക്ക് ചെറിയ തുണികളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷനാണ് ഈ ബോക്സ്. ഇമേജിൽ കണ്ടപ്പോൾ ഞാൻ സൈസ് വൈസ് കുറച്ചും കൂടെ വലുതായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. കിട്ടിയപ്പോൾ സംഭവം അത്രയ്ക്ക് വലുതായിരുന്നില്ല, എന്നാലും അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് ഈ ഒരു ചപ്പാത്തി ബോർഡാണ്. ഇതൊരു ഗ്രാനൈറ്റ് പീസാണ്. ചപ്പാത്തി ബോർഡ് ഞാൻ ഒത്തിരി വാങ്ങിയിട്ടുണ്ട്, വുഡൻ്റെ തന്നെയാണ്. അതിൻ്റെ പുറത്തൊരു കോട്ടിങ് പോലെയുണ്ട്. ആ സംഭവം കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങനെ ഇളകി വരും, അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ കിഴിഞ്ഞിരിക്കുന്നത് പോലെ അങ്ങനെ ആയിട്ട് ചീത്തയായി പോകും. അതുകൊണ്ട് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് ഈ ഒരു ഗ്രാനൈറ്റിൻ്റെ പീസ് തന്നെ വാങ്ങണമെന്ന്. അടുത്തതായിട്ട് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഈ ഒരു സ്റ്റാൻഡാണ്. ഇത് ഞാൻ ഇഷ്ടംപോലെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടുന്ന പൊടികളൊക്കെ ഇതുപോലത്തെ ചെറിയ ബോട്ടിലാക്കിയിട്ട് ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് വാങ്ങിയത്. ഇതുപോലത്തെ ഒരു 6 ബോട്ടിലും പിന്നെ മുകളിൽ വലുതാണെങ്കിൽ ഒരു 2 ബോട്ടിൽ, ചെറുതാണെങ്കിൽ ഒരു 3 ബോട്ടിലും വയ്ക്കാൻ പറ്റും. ഈ ഒരു സാധനം പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇത് നല്ല വിലക്കുറവിൽ കിട്ടി, അപ്പോൾ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു ടേബിൾ മാറ്റ്. ഞാൻ പാത്രമൊക്കെ ചൂട് പാത്രമൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഫുഡൊക്കെ എടുക്കുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അല്ലാതെ ടേബിളിലൊന്നും ഇടത്തില്ല, കാണാനുള്ളൊരു ഭംഗി കൊണ്ട് വാങ്ങിച്ചു. ഞാൻ ആ ഒരു യൂസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അടുത്തത് മീഷോയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് ഈ ഒരു സ്പൂണും സ്ട്രോയും കൂടെ ഉള്ള സെറ്റ്. ഒരു 3 സ്പൂണും വരുന്നുണ്ട് ഡിസൈനുള്ള, പിന്നെ ഒരു 4 സ്ട്രോയും. ഇത് ഞാൻ വീഡിയോകളിലൊക്കെ കണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിനൊരു ഭംഗി കണ്ടിട്ട് വാങ്ങിച്ചതായിരുന്നു. എപ്പോഴും ഒന്നും യൂസ് ചെയ്തൊന്നുമില്ല. ഈ ഒരു 2 വീലർ സേഫ്റ്റി ബെൽറ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് കുഞ്ഞിനെ സ്കൂളിൽ വിടുന്ന ടൈം ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. നീളം വെച്ച് വരല്ലേ, അപ്പോൾ അവരെ ഫ്രണ്ടിലിരുത്തി അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇത് നമ്മൾ ബാഗ് പോലെ കുഞ്ഞിൻ്റെ ഷോൾഡറിൽ ഇട്ട് കൊടുത്തിട്ട് അവരെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലിപ്പും ഉണ്ട്. പിന്നെ കുഞ്ഞിനെ നമ്മുടെ ബോഡിയിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു ക്ലിപ്പും കൂടെ. ഇത് നമ്മുടെ ദേഹത്തോട്ട് ചേർത്ത് ലോക്ക് ചെയ്ത് വയ്ക്കും. ഇത് നല്ല ഉപകാരപ്പെട്ട ഒരു സാധനമായിരുന്നു എനിക്ക്. പിന്നെ ഈ ഒരു ബെഡ് കവർ, ഇതൊക്കെ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഞാൻ വീഡിയോ ഇടാൻ താമസിച്ച് പോയെന്നേ ഉള്ളൂ. എല്ലാവരും ഇതൊക്കെ കണ്ട് മടുത്തിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും. ഇത് ശരിക്കും ബെഡ്ഷീറ്റ് അല്ലായിരുന്നു, ബെഡ് കവർ പോലെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു.
സൈഡിൽ ഇലാസ്റ്റിക്കും ഉണ്ടായിരുന്നു. ഞാനതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഒരു ബെഡ്ഷീറ്റാക്കി എടുത്തു. ഇതും ഏകദേശം 1 വർഷത്തോളമായി വാങ്ങിയിട്ട്. കുറേ യൂസ് ചെയ്തു, ഒരു കംപ്ലൈൻറ്റും വരാത്ത അടുത്തൊരു പ്രോഡക്റ്റ്. ഇതിലെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അതിലൊന്നാണ് ഈ കമ്മലിടുന്ന ബോക്സ്. ഒരു ബോക്സ് ഞാൻ ഒരുപാട് നാളായി വാങ്ങിയിട്ട്, കുറച്ച് വലുതാണത്. പിന്നെ ഞാൻ റീസെൻറ്റ് വാങ്ങിയതാണ് ഈ തൊട്ടടുത്തിരിക്കുന്ന ബോക്സ്. പക്ഷേ ആദ്യം വാങ്ങിയ ബോക്സിൻ്റെ അത്ര വലിപ്പം ഉണ്ടായിരുന്നില്ല വന്നപ്പോൾ. ഒരെണ്ണം വന്നു, റിട്ടേൺ ചെയ്തു, അടുത്തത് വന്നപ്പോഴും അത് തന്നെയായിരുന്നു. സൈസ് കുറച്ച് ചെറുതായിരുന്നതുകൊണ്ട് ഞാൻ ചെറിയ കമ്മലൊക്കെ അതിനകത്തിലോട്ട് ആക്കി. വലുതൊക്കെ ഞാൻ ആദ്യം വാങ്ങി ബോക്സിലോട്ട് മാറ്റി. അടുത്തതായിട്ട് ഈ ഒരു വൈറ്റ് ബെല്ലീസ്, ഇതും ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. ഷോപ്പിൽ ഈ വൈറ്റ് ഷൂവിന് പറഞ്ഞ വിലയെക്കാട്ടിലും നല്ല കുറവായതുകൊണ്ടാണ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയത്. പക്ഷേ വാങ്ങിച്ചപ്പോൾ എൻ്റെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് നല്ല എങ്ങനത്തെ പ്രോഡക്റ്റ് ആയിരിക്കും, ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് വാങ്ങിച്ചു കഴിഞ്ഞ് യൂസ് ചെയ്തിട്ട് ഇതിപ്പോൾ ഞാനൊരു 5-6 മാസമായിട്ട് ഇത് തന്നെയാണ് ഇടുന്നത്. ഭയങ്കര നല്ല മെറ്റീരിയലായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഓൺലൈൻ പർച്ചേസ് വിശേഷങ്ങൾ.